മാസങ്ങൾ നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വൈകാരിക പ്രതികരണവുമായി പ്രേംകുമാർ. സച്ചിദാനന്ദൻ ഗുരുതരമായ പ്രസ്താവനയാണ് നടത്തിയത്. എന്നിട്ടും അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നു. ആശാ സമരവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കാരണം. എന്താണ് സംഭവിച്ചതെന്ന് ഔദ്യോഗികമായി ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. യാത്രയയപ്പ് നൽകാൻ പോലും തയ്യാറായില്ല എന്നും പ്രേംകുമാർ നിറകണ്ണുകളോടെ പറഞ്ഞു. ഞാനിതൊരു മറക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഒരു അടഞ്ഞ അധ്യായമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു ഇതും കിട്ടിയിട്ടില്ല. ഈ നിമിഷം വരെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പും ആ കാര്യത്തിൽ ലഭിച്ചിട്ടുമില്ല. ഒരു അഭിപ്രായം, അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു അഭിപ്രായമാണ്. അത് ഞാൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കി എന്നുള്ളത് മറ്റൊരു കാരണവും കാണുന്നില്ല. നമ്മളൊരു സ്ഥാനത്ത് കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നു. അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഈ കൂടെ പ്രവർത്തിച്ച കുറേ സഹപ്രവർത്തകരുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നോടൊപ്പം നിന്ന് അവരോടൊരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. നടൻ പ്രേംകുമാറിന്റെ വിമർശനത്തിൽ വിശദീകരണവുമായി വരുന്നുണ്ട് മന്ത്രി സജി ചെറിയാൻ. സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്ക് അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളുമായി എപ്പോഴും അത് യോജിച്ചു പോകണമെന്നില്ല. ജനാധിപത്യ മൂല്യം മുറുകെ പിടിച്ചുകൊണ്ടാണ് വിവിധ സ്ഥാപനങ്ങളുടെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നത്. സച്ചിദാനന്ദ മാഷിനെയും പ്രേംകുമാറിന്റെയും നിലപാടുകളെ അത്തരത്തിലാണ് കാണുന്നത്. കാലാവധി കഴിഞ്ഞ മറ്റൊരു ഭരണസമിതി വരുന്നത് സ്വാഭാവികമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ആ സ്വാഭാവികതയിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായില്ല എന്നതാണ് പ്രേംകുമാറിന്റെ സ്ഥാനമൊഴിയിൽ വലിയ വാർത്തയാകാൻ കാരണം.